കൊച്ചിയിൽ തൊഴിൽ പീഡനം എന്ന പരാതി അടിസ്ഥാനരഹിതമെന്ന് തൊഴിൽ വകുപ്പിന്റെ കണ്ടെത്തൽ. തൊഴിലിടത്തിലെ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ പ്രശ്നത്തെ തൊഴിൽ പീഡനം എന്ന് ചിത്രീകരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിൽ തൊഴിൽ വകുപ്പ്. ഇക്കാര്യം വ്യക്തമാക്കി നാളെ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഫോഴ്സ്ഫുള്ളി ഡ്രാമ എന്ന പോലെ എടുപ്പിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് ആൾക്കാർക്ക് വലിയ വിഷമമുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കേസുകാരുമായിട്ട് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് ആണെന്നൊരു പരാതിയേ ഇല്ല, ടാർഗറ്റ് ഇല്ല, അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഇല്ല. രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞു, അവരും വഴി കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവര് കൃത്യമായി മന്ത്രി റിപ്പോർട്ട് ഇപ്പോൾ കൊടുക്കാണ്ട് പോവാണ്. റിപ്പോർട്ട് ഇല്ലാത്തിൽ മന്ത്രി പറഞ്ഞനുസരിച്ച് ബാക്കി ഫോളോസ് ഉണ്ടാകും. ഡാനി ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, ഇന്നത്തെ ഒരു വാർത്താ ദിനം മുഴുവൻ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തത് ഈ ഒരു വാർത്തയായിരുന്നു. അത്രത്തോളം ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുമാണ് പുറത്തു വന്നത്. പക്ഷേ ഈ വാർത്തയിൽ ഒരു വമ്പൻ ട്വിസ്റ്റ് ആണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് സത്യാവസ്ഥ? ഇതിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ജില്ലാ ലേബർ ഓഫീസർ വിനോദ്, അദ്ദേഹം ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി അതിൽ കണ്ടിരിക്കുന്ന നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഉദ്യോഗാർത്ഥികൾ അവിടെ അവർക്ക് നേരിട്ട പീഡനങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായിരിക്കുന്നത്. അവരിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് ജില്ലാ ലേബർ ഓഫീസർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അവരുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ രണ്ടുപേരും അവരെ ഈ കഴുത്തിൽ ബെൽറ്റ് കുരുക്കി നടക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേര്, അവർ നൽകിയിരിക്കുന്നത് ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, അയാളാണ് അവിടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആൾ. തൊഴിലിടത്തിലെ ഒരു പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഉണ്ടായിരുന്നത്, അവർക്കിടയിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ തൊഴിൽ പീഡനം എന്ന രീതിയിൽ ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് നാളെ മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പരാതിക്ക് ആസ്പദമായ ദൃശ്യത്തിലെ ചെറുപ്പക്കാരുടെ മൊഴി ഇതിൽ വിശദമായി രേഖപ്പെടുത്തി. പോലീസും അതോടൊപ്പം തന്നെ ലേബർ ഓഫീസറും വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് തൊഴിൽ പീഡനം നടന്നിട്ടില്ല, ഈ രീതിയിലുള്ള ഒരു ടാർഗറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. ഇത് ബോധപൂർവമായി ഇത്തരം രംഗങ്ങൾ ചിത്രീകരിക്കുന്നു, അത് തൊഴിൽ പീഡനം എന്ന രീതിയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നതാണ്. അതായത് ഡാനി, ഇത്തരത്തിൽ ഒരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു, ഇത്തരത്തിൽ വാർത്തകൾ പുറത്തേക്ക് വരാനും പരാതിപ്പെടാനും വേണ്ടി, അല്ലേ? ആ രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ചില രംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നേരത്തെ ജോലി ചെയ്തിരുന്ന ആൾ, അയാൾ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നില്ല. ഇവർക്ക് ഇങ്ങനെ ഇത്തരം ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിരുന്നു ഇവർക്കിടയിൽ. അതിനുശേഷമാണ് ആ ദൃശ്യങ്ങളാണ് അയാൾ ജോലിയിൽ നിന്ന് വിടുതൽ വാങ്ങിയ ശേഷം പിന്നീട് പ്രചരിപ്പിക്കുന്നു. പല സോഷ്യൽ ഇടങ്ങളിലായിട്ട്, സമൂഹ മാധ്യമങ്ങളിലായിട്ട് ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ഇവിടെ ഈ രീതിയിലുള്ള പീഡനങ്ങൾ നടക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങളിൽ എത്തിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച മറ്റൊരു വാദം നിലനിൽക്കുന്നത്, ചെറിയ രീതിയിലെല്ലാം തന്നെ ഇവിടെ അവിടെ പരാതികൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്ന് നമ്മളോട് സംസാരിച്ചവരുണ്ട്, ഇന്ന് നമ്മുടെ വാർത്തക്കിടയിൽ ടെലിഫോണിലൂടെ സംസാരിച്ചവരുണ്ട്. അപ്പോൾ ചില രീതിയിലെങ്കിലും അവിടെ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അതിൽ പരാതി നൽകിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഒരു സ്ഥലത്ത് പോലും ഈ രീതിയിൽ രേഖാമൂലമുള്ള ഒരു പരാതിയിലേക്കടക്കം എവിടെയും എത്തിയിട്ടില്ല. അത് പാലാരിവട്ടം പോലീസിലായാലും പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലായാലും രേഖാമൂലമുള്ള ഒരു പരാതിയിലേക്കടക്കം പോയിരുന്നില്ല. ഇതിൽ പരാതി നൽകി എന്ന് പറയുമ്പോൾ പോലും അത് ചില ഫോൺ കോളുകളും കാര്യങ്ങളും മാത്രമായിട്ടാണ് നൽകിയിരുന്നത്. ഇത് ഇവർക്ക് ഈ തൊഴിലിടത്തിലെ ചില വിഷയങ്ങൾ, വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ മൂലം കുറച്ചു പേരെ ഇയാൾ ഇതിനൊപ്പം ചേർക്കുന്നു. അയാൾക്കൊപ്പം നിലനിൽക്കാൻ വേണ്ടി കുറച്ചു പേരെ ചേർക്കുകയും അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള വീഡിയോ ചിത്രീകരിക്കുകയും അവരോട് ഇത്തരം ഇയാൾക്കെതിരെ, തൊഴിലുടമയ്ക്കെതിരെ അത് കൊണ്ടുവരും എന്ന രീതിയിൽ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ അവരും അറിയുന്നത് ഈ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടതിന് ശേഷം അവരും തങ്ങളെ ഉപയോഗിച്ച് ചിത്രീകരിച്ച രംഗങ്ങൾ ഇത് ഈ രീതിയിലേക്ക് മാറി എന്ന് അവരും മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൂടി ഇന്ന് പോലീസ് സ്റ്റേഷനിലെത്തുക, അവരെ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തുകയും എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് ഒന്നുകൂടി ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം ആ ദൃശ്യങ്ങൾ കാണുന്ന മറ്റുള്ളവർ കൂടിയുണ്ട്. എന്തായാലും എല്ലാവരിൽ നിന്നും വിശദമായ രീതിയിലുള്ള
എന്നുള്ള ഒരു റിപ്പോർട്ട് തേടുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായ നിഗമനവും പ്രാഥമികമായ റിപ്പോർട്ടും ഈ പരാതി അടിസ്ഥാനരഹിതമാണ് എന്ന രീതിയിലേക്കാണ് തൊഴിൽ വകുപ്പ് എത്തിയിരിക്കുന്നത്. വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഈ വീഡിയോകൾ, നേരത്തെ ഉണ്ടാകിയ വീഡിയോകൾ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്നും അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നുമാണ്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച, തങ്ങളുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിച്ച മുൻ തൊഴിലാളിക്കെതിരെ നടപടി എടുക്കണം എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസിന് മുൻപാകെ ഇവർ എത്തിയിരിക്കുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊച്ചിയിലെ തൊഴിൽ പീഡനം എന്ന തരത്തിൽ വന്ന വീഡിയോ, ആ പരാതി, അതിലിപ്പോൾ ഒരു വമ്പൻ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലൊരു പീഡനം ആ കമ്പനിയിൽ നടന്നിട്ടില്ല. ഈ ദൃശ്യത്തിൽ കാണുന്നതിന് സമാനമായ ഒരു സംഭവം ആ ഓഫീസിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. പരാതിക്ക് ആസ്പദമായ ദൃശ്യത്തിലെ ചെറുപ്പക്കാരുടെ മൊഴിയെടുത്ത ശേഷമാണ് തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ തൊഴിൽ വകുപ്പിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത്. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ ഇത്തരത്തിൽ അവിടെ മുൻപ് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തി നടത്തിയ പ്രചരണമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഓഫീസിൽ ജോലി ചെയ്യുന്ന മറ്റാളുകളുടെയൊക്കെ വിശദമായ മൊഴി ഇനി പോലീസ് എടുക്കും. കൂടുതൽ വ്യക്തത ഈ വിഷയത്തിൽ വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസും അറിയിക്കുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്.